തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രത്തിലൊക്കെ നല്ല വാർത്ത വന്നു. മനോരമയിലൊക്കെ നാസർ കൊളായി അപരനാൽ തോൽപ്പിക്കപ്പെട്ടു. വാർത്തയുണ്ട്, നമുക്ക് കാര്യമില്ലല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. വീണ്ടും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇത്തവണയും ഒരു അപരൻ, നാസർ കളത്തിങ്ങൽ. മനോരമ ചാനൽ വന്ന് എന്നെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് നേരത്തെ പരാജയപ്പെട്ട കഥകളെക്കുറിച്ച് ചോദിച്ചു. പുതിയ അപരനെ കുറിച്ച് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഇങ്ങനെ മത്സരിക്കുക, ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇത്തവണയും ചതിക്കപ്പെട്ട മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു. 302. ഞാൻ പരാജയപ്പെട്ടത് കേവലം 19 വോട്ടിന്. വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് പരാജിതനായി ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നാമത്തെ അനുഭവം ഉള്ളതുകൊണ്ട് രണ്ടാമത്തത് വലിയ ബേജാറ് തോന്നിയില്ല. ഇരിക്കുമ്പോൾ മനോരമയുടെ മൈക്കും പിടിച്ചൊരു പെണ്ണ് അങ്ങനെ പോകുന്നു. അതേ സ്പീഡിൽ തിരിച്ചു വന്നു. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് നാസർ കൊളായി. അതേ, നിങ്ങളെ ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തിരുന്നത്, എന്തായി? ഞാൻ പറഞ്ഞു ഞാൻ തോറ്റു. എങ്ങനെ തോറ്റു? അവരൻ തോൽപ്പിച്ചു. ഉടനെ തന്നെ അവർ ക്യാമറാമാനെയോ കയറി വന്ന് രണ്ടാമത് വീണ്ടും ഇന്റർവ്യൂ. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇന്റർവ്യൂവിന്റെ അവസാനത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് മുന്നോട്ട് നടക്കുന്നു. ഞാനിങ്ങനെ മുന്നോട്ട് നടന്നു. പിറ്റേ ദിവസം ഞാൻ ചാനലിൽ വാർത്ത കണ്ടപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വന്ന് അവസാനത്താൻ നടത്തണ്ടല്ലോ, അതിങ്ങനെ സ്ലോ മോഷനിൽ ഞാനിങ്ങനെ നടക്കുകയാണ് ചാനലിൽ. എന്നിട്ട് അവരുടെ വക ഡയലോഗ്, ഇനിയൊരു മത്സരമുണ്ടെങ്കിൽ അപരൻ കൊളായി എന്ന പേരിൽ മത്സരിക്കാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. അതിനൊരപരൻ ഉണ്ടാവില്ല എന്ന് ഇയാൾ വിശ്വസിക്കുന്നു. അന്ന് നിർത്തിയതാ ഞാൻ. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ പാർട്ടി ഇത്തവണ പറഞ്ഞു നിർബന്ധമായും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കണം. മത്സരിച്ചു. ഇത്തവണ അതേ അപരൻ 768 വോട്ട് അയാൾ കൊണ്ടുപോയി. പക്ഷെ അയാളെ കൊണ്ട് മാത്രമല്ല ഞാൻ തോറ്റത്, പിന്നെ ഒരു 100 വോട്ട് അധികം വന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ ധാരണ. കാരണം ആ പരാജയം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത് ഒന്ന് മുസ്ലിം ലീഗാണ്, 2 ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. ആ വർഗീയവാദികളോടാണ് ഞാൻ ഏറ്റുമുട്ടിയിരുന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഫിഡൽ കാസ്ട്രോ, ചെഗുവേര ഫിഡൽ കാസ്ട്രോയോട് ഒരിക്കൽ ചോദിച്ച ചോദ്യമുണ്ട്, പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലോ വീണ്ടും പോരാട്ടം തുടരും, പോരാട്ടത്തിൽ നമ്മൾ ജയിച്ചാലോ വീണ്ടും പോരാട്ടം തുടരും. അതുകൊണ്ട് നിർത്തിവെച്ച അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങി. അങ്ങനെ തുടങ്ങി. പ്രഭാഷണം വന്നില്ല, തോൽക്കാനുള്ള കാരണമൊക്കെ വന്നപ്പോൾ ബാക്കി നിങ്ങൾ കേട്ടിരിക്കും. എന്നെ കൊല്ലുമെന്ന കൊലവിളി വിളിച്ചത് മുസ്ലിം ലീഗാണ്, കൂടെയുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. എന്നെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചവൻ കുടിച്ചത് ഹൗലുൽ കൗസറാണ്. സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്ത് മാക്കിയിലന്ന് കിട്ടുമായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ തെരഞ്ഞെടുപ്പ് ദിവസം എവിടുന്നാണ് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ ഈ സാധനം തെരഞ്ഞെടുപ്പ് ദിവസം പോലും കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.